ജനങ്ങളെല്ലാം ആകാംക്ഷയോടെ കാത്തിരുന്ന ഒരു വിധിയാണ് ഇന്ന് വന്നത്. ഷാരോൺ വധക്കേസിൽ ഗ്രീഷ്മയ്ക്ക് വധശിക്ഷയാണ് കോടതി വിധിച്ചത്. നെയ്യാറ്റിൻകര അഡീഷണൽ സെഷൻ കോടതിയാണ് വിധി പ്രസ്താവിച്ചത്. വധശിക്ഷയ്ക്കൊപ്പം 2 ലക്ഷം രൂപ പിഴയും ഗ്രീഷ്മയ്ക്ക് വിധിച്ചിട്ടുണ്ട്. ഒപ്പം ഗ്രീഷ്മയുടെ അമ്മാവനും 3ാം പ്രതിയുമായിട്ടുള്ള നിർമ്മൽ കുമാറിന് 3 വർഷം തടവും 50,000 രൂപ പിഴയും വിധിച്ചിട്ടുണ്ട്. വിധി കേട്ട് ഷാരോണിന്റെ കുടുംബം കോടതിക്ക് അകത്തിരുന്ന് പൊട്ടിക്കരഞ്ഞു. കോടതിക്ക് മുമ്പിൽ തൊഴുകൈയോടെ കുടുംബം നിൽക്കുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ വിധിയിൽ യാതൊരു കൂസലും ഇല്ലാതെയാണ് ഗ്രീഷ്മ കോടതി റൂമിലിരുന്നത്. ഗ്രീഷ്മയെ 3ാം പ്രതിയായിട്ടുള്ള അമ്മാവൻ കുറ്റക്കാരാണെന്ന് കോടതി കഴിഞ്ഞ ദിവസം കണ്ടെത്തിയതാണ്. ശിക്ഷാവിധി കേൾക്കാൻ ഷാരോണിന്റെ മാതാപിതാക്കളും സഹോദരനും കോടതിയിലെത്തിയതാണ്. അവരെ ജഡ്ജിയാണ് കോടതിക്കുള്ളിലേക്ക് വിളിപ്പിച്ച് നേരിട്ട് വിധി അറിയിച്ചത്. വിധി പ്രസ്താവത്തിനിടെ പോലീസിനെയും ജഡ്ജി അഭിനന്ദിക്കുന്നുണ്ട്. സങ്കീർണമായ കേസ് അതിസമർത്ഥമായി അന്വേഷിച്ച പോലീസിന് ഇനി അഭിമാനിക്കാം. അന്വേഷണ സംഘത്തിനും പ്രത്യേക അഭിനന്ദനം നൽകിയിട്ടുണ്ട്. മാത്രമല്ല, ജഡ്ജി പറഞ്ഞത് ഇങ്ങനെയാണ്: അതിവിദഗ്ധമായ കൊലയെന്നാണ് ജഡ്ജി ഇതിനെ നിരീക്ഷിച്ചത്. പ്രായത്തിൻ്റെ ഇളവ് ഗ്രീഷ്മയ്ക്ക് നൽകാനാവില്ലെന്നും കൊല്ലപ്പെട്ട ഷാരോണിനും സമാന പ്രായമാണ് എന്നത് കണക്കിലെടുത്താണ് ഇത്. മരണക്കിടക്കയിൽ പോലും ഷാരോൺ ഗ്രീഷ്മയെ സംശയിച്ചില്ല. ഇത് പ്രണയത്തിൻ്റെ ആഴമാണ് വ്യക്തമാക്കുന്നതെന്നും കോടതി കണ്ടെത്തി. മാത്രമല്ല, ഗ്രീഷ്മയെ സംശയത്തിൻ്റെ നിഴലിൽ നിർത്താൻ ഷാരോൺ അന്ന് തയ്യാറായിരുന്നില്ലെന്നും വിധി പ്രസ്താവത്തിനിടെ പറയുകയുണ്ടായി.